ഹലോ, ഇത് ഞങ്ങളുടെ തെക്കതാണ്. എത്ര വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണെന്നോ ഇത്രയും വിപുലമായ രീതിയിൽ ഇവിടെ ഒരു കൊടുതി നടക്കുന്നത്. പോകാം വീഡിയോയിലേക്ക്. തെക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പ്രധാന പ്രതിഷ്ഠാമൂർത്തികളിൽ ഒന്നാണ് മന്ത്രമൂർത്തി. കുഴിയംവിള ശ്രീ മഹാമന്ത്രമൂർത്തി ക്ഷേത്രം എന്നാണ് ഞങ്ങളുടെ കുടുംബ തെക്കതിന്റെ പേര്, ക്ഷേത്രത്തിന്റെ പേര്. ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളെക്കാളും ഉയരെ നിൽക്കുന്നത് കുടുംബത്തിന്റെ കെട്ടുറപ്പാണ്. സ്വതവേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമാകുമ്പോൾ അവർ അത് തീവ്ര എനർജിയിൽ കാണുന്നു എന്നുള്ളത് ഞങ്ങളെയും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കുടുംബത്തിലെ മൂത്ത കാരണവന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് തുള്ളൽ നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ക്ഷേത്രങ്ങളിൽ മന്ത്രങ്ങളുടെ മൂർത്തിയായി മഹാമന്ത്രമൂർത്തിയെ ആചരിക്കുന്നു. പുതിയ തലമുറയെയും ആചാരങ്ങളുടെ ഭാഗമാക്കാൻ ഇഷ്ടമാണ്. പൂർവ്വ പിതാമഹന്മാരിൽ ദേവി ഉപാസകരായിരുന്ന, ശിവനെ ആരാധിച്ചിരുന്ന, മന്ത്രങ്ങളെ ഉപാസിച്ചിരുന്ന, ജീവിച്ചിരുന്നവരിൽ മരണശേഷവും ആ ചൈതന്യം അവശേഷിപ്പിക്കാറുണ്ട്. അതാണ് മന്ത്രമൂർത്തി. നാഗത്തറയിലെ തുള്ളലാണ് നിങ്ങളിപ്പോ കാണുന്നത്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്ന, സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ കഴിവിനെ മാനിക്കുന്ന ഒരു സംസ്കാരമാണ് മന്ത്രമൂർത്തി പ്രതിഷ്ഠയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഭാവത്തിലും ആരാധിക്കാം. വെറുമൊരു ആരാധനാമൂർത്തിയല്ല മന്ത്രമൂർത്തി. ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ധ്വനിപ്പിക്കുന്ന പൂർണ്ണ സാക്ഷാത്കാരമാണത്. മഹാമന്ത്രമൂർത്തിയാണ് തുള്ളുന്നതെങ്കിലും എന്നെ സംബന്ധിച്ച് അതെന്റെ അപ്പൂപ്പനും അമ്മുമ്മയും സഹോദരങ്ങളും ഒക്കെയാണ്. എന്നെ കണ്ട് ചിരിക്കുന്ന, എനിക്ക് ഭസ്മം തൊട്ട് തരുന്ന, എന്റെ വയ്യായികകളിൽ വേദനിക്കുന്ന എന്റെ പൂർവ്വ പിതാമഹന്മാരിൽ എനിക്ക് എങ്ങനെയാണ് വിശ്വാസമില്ലാതിരിക്കുന്നത്? സമ്മാനമായി കൊടുക്കുന്ന വെള്ളികെട്ടിയ വടി ഉയർത്തിക്കാണിച്ച് സന്തോഷിക്കുന്ന, അത് ഹൃദയപൂർവ്വം സ്വീകരിച്ച മഹാമന്ത്രമൂർത്തി എനിക്കെന്റെ മരിച്ചുപോയ അപ്പൂപ്പനും അമ്മുമ്മയും സഹോദരങ്ങളും ഒക്കെയാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് എങ്ങനെ പോകാനാകും? ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്, പൂർവാധികം കരുത്തരായി നിങ്ങളെ അനുഗ്രഹിച്ച് ഇവിടെയുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ചാറ്റും കൊടുതിയും വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത്. അനുഗ്രഹം ശരീരത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഇത്ര അധികം തളർച്ച കാണിക്കാറുണ്ട്. ഉച്ചത്തുള്ളൽ എങ്ങനെയായിരുന്നെന്നോ? തിളച്ച പായസം കൈകൊണ്ട് വാരിയും മുഖത്തേക്ക് കുരുത്തോല കൊണ്ട് ചാലിച്ചും ഒക്കെയായിരുന്നു. വില്ല് പോലെ വളഞ്ഞ് പന്തം കടിച്ച് ഞങ്ങളെ നോക്കി ചിരിച്ച് ആർത്തുല്ലസിച്ച് അവർ മടങ്ങും. ഗണപതി ഹോമത്തോടു കൂടിയാണ് പതിവ് പോലെ കൊടുതി ആരംഭിച്ചത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പൊങ്കാലയും ഉച്ചക്കത്തെ സദ്യയും വൈകുന്നേരത്തെ ഡിന്നറും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. കുരുത്തോല കെട്ടി അലങ്കരിച്ച് പച്ചമാടമുണ്ടാക്കി, പറണേറ്റ് കെട്ടി ചെണ്ടമേള ഉണ്ടായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ കുടുംബാംഗങ്ങൾ മാത്രമല്ല, പുറത്തു നിന്നുള്ളവരും കാണാനായി പങ്കുചേരാറുണ്ട്. അനുഗ്രഹം വന്നാലും മുതിർന്നവരുടെ കാൽ തൊട്ട് വണങ്ങാൻ മറക്കാറില്ല. മക്കളെയും കൊച്ചുമക്കളെയും അനുഗ്രഹിക്കാതെ മടങ്ങാറുമില്ല. പ്രസാദം ശർക്കരയാണ്. അതെല്ലാവർക്കും പങ്കുവെച്ച് തരുന്നത് വല്യച്ഛനാണ്. വല്യച്ഛന്റെ മുഖത്തെ സംതൃപ്തിയും സന്തോഷവും കണ്ടോ? അതെല്ലാവരെയും ഒരുമിച്ച് കാണുന്നതിന്റെ സന്തോഷമാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ കൊടുതി മഹോത്സവം അവസാനിച്ചു. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം പൂജയുള്ള ക്ഷേത്രമാണ്. നിങ്ങൾക്കും പങ്കുചേരാം.